അങ്ങനെ മനാഫിന്റെ പത്രസമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ എനിക്കില്ല. കുഞ്ഞാണല്ലേ. ആ വീട്ടിൽ പോകുന്നു. അന്ന് രാത്രി സായി അഭിജിത്തിന്റെ കൂടെ നിന്നൊരു വീഡിയോ ഇടുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ദ വെരി നെക്സ്റ്റ് ഡേ വൈകുന്നേരം അവര് ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. സായി ആണോ? സായി നാരദനാണോ? ഇനി നീ എങ്ങാനും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരാ? ഞാൻ ചന്ദ്ര എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഞാൻ അത്രയും കൊടും ഭീകരനാണോ? ഞാൻ എനിക്കറിയില്ല. എന്നെ പേഴ്സണലി അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇതിലെവിടെയാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ പോയി പറഞ്ഞു കൊടുത്തു? നിങ്ങൾക്ക് എങ്ങനെ പറയാം? എന്തിനാണ് കമന്റ് ബോക്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എനിക്ക് ഒരു രീതിയിലും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ഏത് ആംഗിളിൽ നിന്നാണ് ഞാൻ കാരണമാണ് അവർ പ്രസ് മീറ്റിലേക്ക് പോയത്, ഞാൻ പറഞ്ഞിട്ടാണ് അവർ പ്രസ് മീറ്റ് കൊടുത്തത് എന്നൊക്കെ നിങ്ങൾ ഏത് ആംഗിളിലാണ് പറയുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. ഞാൻ ഇവിടെ പറയുന്നത് ഞാനല്ല. ഓക്കെ, ഞാനല്ല. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളും നടക്കാത്തൊരു സംഭവം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.